ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടൈനി ദുബായ് ടൈൽസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ചെറിയ ട്രാവൽ വീഡിയോ ആയിട്ടാണ്. ട്രാവൽ എങ്ങോട്ടാണെന്ന് അറിയണ്ടേ? ഞങ്ങൾ ഇന്ന് പോകുന്നത് ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്സിൻ്റെ കീഴിലുള്ള റിവർലാൻഡിലേക്കാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയിരിക്കുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ കരാമയിൽ നിന്ന് മെട്രോ വഴി ഇബിൻ ബത്തൂത്ത മാളിൽ ഇറങ്ങണം. ഇബിൻ ബത്തൂത്ത മാൾ തന്നെ നമുക്ക് ഒരു ദിവസം ഫുള്ള് കണ്ടു തീർക്കാനാവാത്ത അത്രയും ഐറ്റംസ് ഉണ്ട്. ഇവിടെ ചെറിയ ചെറിയ മിനീസോ പോലുള്ള ഷോപ്സ്, എല്ലായിടത്തും ക്രിസ്മസ് വൈബാണ് കേട്ടോ. ഈ മിനീസോയിലൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്രിസ്മസ് ട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു. ബേബി കുട്ടിക്ക് ഇതെല്ലാം ഭയങ്കര നല്ല ക്യൂട്ട് സാധനങ്ങൾ, ഇതെല്ലാം ഏതെടുക്കണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ബേബി കുട്ടിക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും തോന്നും ഇതെല്ലാം വാരി എടുക്കാനായിട്ട്. പക്ഷേ എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ എന്നാൽ അത്ര വലിയ എക്സ്പെൻസീവും അല്ല. പിന്നെ കണ്ടത് ഈ ടോയ് ഷോപ്പാണ്. ടോയ് ഷോപ്പിൽ JCB അവൻ്റെ എക്സ്കവേറ്റർ കണ്ടതോടുകൂടി പിന്നെ അതിൽ കയറണം എന്നായി. ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്നത് ഒരു മലയാളി സെയിൽസ്മാൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ കയറി ഇരുന്നോളാൻ പറഞ്ഞു. അവൻ ഹാപ്പിയായി. എന്നിട്ട് ഇതേ നോക്കൂ, നിങ്ങളുടെ ഈ ചുവരൊക്കെ നോക്കിയേ. ഇത് ഒരു ഈജിപ്ഷ്യൻ കൈൻഡ് ഓഫ് എന്താണ് ഈ ചിത്രങ്ങളും ഹൈറോഗ്ലിഫിക്സ് പോലുള്ള കാര്യങ്ങളും ഒക്കെ. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ബത്തൂത്ത മാളിൽ കയറിയത് തന്നെ ലഞ്ച് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ലഞ്ച് കഴിച്ചിട്ട് നേരെ ബസ് സ്റ്റേഷൻ 5 ഞങ്ങൾ ചെന്നതാണ്. അപ്പോൾ ബസ് പിന്നെ 3 PM ഉള്ളൂ, 3 മണിക്കേ ഉള്ളൂ എന്ന്. അങ്ങനെ പിന്നെ തിരിച്ച് ബത്തൂത്ത മാളിലേക്ക് തന്നെ വന്നു. ഇതെല്ലാം ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു. പിള്ളേരെ പറ്റിക്കുന്ന ഒത്തിരി സാധനങ്ങളുണ്ട്. അതാണ് ഈ ടോയ് ട്രെയിൻ കണ്ടപ്പോൾ അതിൽ കയറണം എന്നായി വാശി. പക്ഷേ ഭാഗ്യത്തിന് അതിൻ്റെ ഓപ്പറേറ്റർ ഈ ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ ലഞ്ച് കഴിക്കാൻ പോയിരുന്നു. അപ്പം വെറുതെ അതിനകത്തൊക്കെ കയറി നിന്നു. അവൻ്റെ വാശിയൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ പിന്നെയും ബത്തൂത്ത മാളൊന്ന് കറങ്ങി നടന്ന് കാണാൻ തന്നെ തീരുമാനിച്ചു. എന്നിട്ട് ഇവിടെ നോക്ക്, ഈ അറബിക് ന്യൂമറൽസ് എന്തോ ഹിസ്റ്റോറിക്കലായിട്ട് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഈജിപ്ഷ്യൻ സംഭവമായിരുന്നു അവിടെ. പിന്നെ ഈ പറഞ്ഞ ക്രിസ്മസ് വൈബ്, എൻ്റെ അമ്മോ, ലൈറ്റിങ്സും അറേഞ്ച്മെൻറ്റ്സും ഡെക്കറും ഒന്നും ഒരു രക്ഷയില്ലാത്തതായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെന്നത്, നിങ്ങൾ ഈ ആകാശം കണ്ടോ? പക്ഷേ ഇത് റിയൽ ആകാശമല്ല. നമ്മൾക്ക് ഇത് സത്യം പറഞ്ഞാൽ ഈ ഇബിൻ ബത്തൂത്ത മാളിൻ്റെ റൂഫാണ്. പക്ഷേ ഒരു സത്യം പറയാനുള്ള ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ആ ഒരു ലൈറ്റിൽ നിന്ന് പിന്നെ ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ്. പിന്നെ ഇവിടുത്തെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഈ മൊറോക്കൻ ഡിസൈൻസും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഡിസൈൻസാണ് ഈ മാള് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ടൈം ആയപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി ബസ്സിൽ കയറി ഞങ്ങൾ റിവർലാൻഡിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് നമുക്ക് ടിക്കറ്റ് ഉണ്ട്. സാധാരണ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതൊക്കെ എൻട്രി ഫ്രീ എന്നാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് 54 dirhams per person ഉണ്ട്. 4 years above ഏജുള്ള കുട്ടികൾക്കും നമ്മൾ ടിക്കറ്റ് എടുക്കണം. ബേബി കുട്ടിക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല. നേരെ ചെന്ന ഒരു ജീപ്പ് കണ്ടിട്ടുണ്ട്. ഇവരച്ഛനും മോനും ഒക്കെ മോട്ടോർ ഹോളിക്കിട്ടുള്ള ആൾക്കാരാണ്. വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കണ്ടാലും അവിടെ ഓടിപ്പിടഞ്ഞെത്തിക്കോളും. പിന്നെ റിവർലാൻഡിലെ വ്യൂ ഒന്നും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഫ്രഞ്ച് കൈൻഡ് ഓഫ് ബിൽഡിങ്സും ആ ഒരു ആർക്കിടെക്ചറൊക്കെ ഒരു ഡിഫറെൻറ്റ് ഭംഗി തന്നെയായിരുന്നു. പിന്നെ ഇവിടെ കുറേ സോൺസ് ഉണ്ട്. അതായത് നമ്മളുടെ ടിക്കറ്റിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റഡ് സോഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കാണുന്ന ഡൈനോസേഴ്സൊക്കെ മൂവ് ചെയ്യും, വാതിറക്കും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അടുത്തോട്ട് ചെന്നാൽ അത് കടിക്കുന്നു. പിന്നെ ഡൈനോസർ മുട്ടയിലൊക്കെ കയറിയിരുന്ന് എൻജോയ് ചെയ്യാണ് ബേബിക്കുട്ടിക്ക് എന്തായാലും ഈ കൈൻഡ് ഓഫ് തിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു ഈഫൽ ടവർ കാണണം എന്ന്. ഈഫൽ ടവർ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഒരു മിനിയേച്ചർ നമുക്ക് അവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റി. പിന്നെ എൻ്റെ ഈ ഓട്ടം അത് നാശത്തിലേക്കായിട്ടുള്ള പോക്കായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായത്. ബേബിക്കുട്ടി ഓടി വന്ന് ചവിട്ടിയത് എൻ്റെ കാലിലായിരുന്നു. കാലിൻ്റെ നഖം 2ആയിട്ട് പൊട്ടിപ്പോയി. പക്ഷേ ആ വേദനയൊക്കെ സഹിച്ചായാലും ഇത്രയും ടിക്കറ്റൊക്കെ എടുത്ത് വന്നതല്ലേ, എന്തായാലും കാണാതെ പോകാനും പറ്റില്ല. ഈവനിങ് ആയി വന്നതോടുകൂടിയാണ് സത്യം പറഞ്ഞാൽ അവിടുത്തെ ബ്യൂട്ടി ഇത്രയും അടിപൊളിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ ലൈറ്റ്സും എല്ലാം കൂടെ കൊണ്ടിട്ട് ഒന്നും പറയാനില്ല, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇപ്പോൾ കണ്ട ആ ടവറില്ലേ, അത് UAEയുടെ ഫ്ലാഗിൻ്റെ കളേഴ്സിൽ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. രാത്രിയായപ്പോൾ ആ ലൈറ്റ്സ് ഒക്കെ ഇട്ട് സൂപ്പറാക്കിയായിരുന്നു. പിന്നെ ഈ ക്യൂ എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റിലെ ഫുഡ് കഴിക്കാനുള്ള ക്യൂ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ 54 dirhams ഇല്ലേ, ആ 54 dirhamsന് നമുക്ക് അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഈ പൈററ്റ് തീമിൽ ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻറ്റിൽ ആ റെസ്റ്റോറൻറ്റിൽ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും 54 dirhams per person. പക്ഷേ ഇവിടുത്തെ ഓരോ മെനുവും 55-60 dirhams ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും 2 ഡിഷസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കൊള്ളാവോ എന്ന് ചോദിച്ചാൽ കൊള്ളാം. ഫുഡിനേക്കാളും ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ തീമാണ്. ഫുള്ള്
എന്നിട്ട് ബേബി കുട്ടിയും കുറേ നാളായിട്ട് എൻ്റെ കൂടെ പൈററ്റായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതായത് ബാത്ത് ടബിലൊക്കെ കയറി നിന്നിട്ട് എന്താ പൈററ്റ് എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അവനിതേ ട്രഷറുണ്ട്, പൈററ്റിൻ്റെ ക്യാപ്പ് കിട്ടി, അതിൻ്റെ സീറ്റുണ്ട്. അപ്പോൾ ബേബി കുട്ടി വാസ് വെരി ഹാപ്പി വിത്ത് ഇറ്റ്. സത്യം പറഞ്ഞാൽ അവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവൻ ഈ ചെയറിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ ബാക്കിയുള്ളവർക്കൊക്കെ ഇറങ്ങാൻ. ചെയറിൽ നിന്ന് ഇറങ്ങി കൊടുക്കൂല എന്ന് മാത്രമല്ല, അവസാനം ഇറങ്ങിയപ്പോഴുണ്ടല്ലോ, ഫുഡ് കഴിക്കുന്ന ടേബിളിലേക്ക് എത്തിയപ്പോൾ ആ ഹാറ്റും വെച്ചുകൊണ്ട് ആ ഒരു ക്യാപ്പും വെച്ചുകൊണ്ടായിട്ട് നേരെ വന്ന ടേബിളിലങ്ങിരുന്നു. ഫോട്ടോ എടുക്കാൻ വന്നവർക്കൊന്നും ക്യാപ്പ് കൊടുത്തിട്ടില്ല പുള്ളി. എന്തായാലും ക്യാപ്പ് കൊണ്ടുവന്നതല്ലേ എന്ന് വിചാരിച്ചു ഞാനും കാണിച്ചു കുറച്ച് പ്രഹസനം. പിന്നെ ദേ പൈററ്റിനെ പോലെ ആക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ബേബിക്കുട്ടി. അവിടുത്തെ സ്കെൽട്ടനൊക്കെ കണ്ടിട്ട് പേടിയാകുന്നുണ്ട് പുള്ളിക്കാരന്. എന്നാൽ വല്ലപ്പോഴും കിട്ടുന്ന അവസരം നന്നായിട്ട് തന്നെ മുതലെടുക്കുകയും ചെയ്തു. അതേ രാത്രിയായിട്ടുണ്ട്. രാത്രിയായി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു എന്താണ് സ്പീഡ് ട്രാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ദേ തീ തുപ്പുന്ന ഡ്രാഗനൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് ലെഗോലാൻഡിൻ്റെ ഫ്രണ്ടിലായിരുന്നു ആ സംഭവം. പക്ഷേ ലെഗോലാൻഡിലേക്ക് ഞങ്ങൾക്ക് ആക്സസ് ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഈ ഒരു സംഭവം, ഈ ഒരു ഇല്യൂഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ മിററൊക്കെ വെച്ച് കുറേ ഹാങ്ങിങ്സ് ഒക്കെ ഇട്ട് ദാറ്റ് വാസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ ചിലപ്പോഴല്ല, ഈ ഹാങ്ങിങ്സ് ഒക്കെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇതിങ്ങനെ എന്താണ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഇങ്ങനെ കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്. ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ റിവർലാൻഡ് കുറേ കൂടി അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അതുപോലെ തന്നെ എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോണെന്ന് പറയുന്നതും ഈ ഇല്യൂഷനൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ സംഭവം തന്നെയായിരുന്നു. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് ഈ പറയുന്ന സ്റ്റെപ്സൊക്കെ നമുക്ക് താഴോട്ട് പൊട്ടി വീട് പോവുമോ എന്ന് പേടിച്ച് പോകുന്ന ഒരു സ്ഥലം. ഇത് കുട്ടിക്ക് വലിയ പേടിയൊന്നും ഉണ്ടായില്ല, എന്നാലും ചാടിയൊക്കെ നോക്കുന്നുണ്ട് എങ്ങാനും പൊട്ടിയാലോ എന്നൊക്കെ നോക്കിയിട്ട്. അവിടെയെല്ലാം ഓരോ തീമിൽ ഓരോരോ റൂംസ് സെറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അടിപൊളിയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ഓരോ സ്ഥലത്തോട്ട് ചെല്ലുമ്പോഴും ഞങ്ങളെ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 2 ടിക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ 2 പേർക്ക് മാത്രം കയറി എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പുറകോട്ട് ഒന്നാമത് എൻ്റെ കാല് വയ്യാതിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പുറത്ത് റെസ്റ്റ് എടുത്തു. അച്ഛനും മോനും കൂടി പോയി കളിച്ചിട്ടൊക്കെ വന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ഈ കുട്ടീനെ അല്ലാതെ ഞങ്ങൾക്ക് ഒരാൾക്കും കൂടെ കയറണമെങ്കിൽ പിന്നെ 60 ദിർഹംസിന് അവിടെ കയറുന്നതിന് മാത്രമായിട്ടുള്ള ടിക്കറ്റ് എടുക്കണമെന്ന് അവർ പറയുന്നത്. എന്തായാലും ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തു അടിച്ചു പൊളിച്ചു ഞങ്ങളെല്ലാം കണ്ടു ക്ഷീണിച്ച് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള കാര്യമാണ് ഇപ്പോഴും ഓർക്കാൻ ബുദ്ധിമുട്ട്. കാര്യം നമുക്ക് അവിടെ നിന്ന് പിന്നെ ബസ് ഇബ്ൻ ബത്തൂത്തയിലേക്ക് കിട്ടാനായിട്ട് ഒത്തിരി ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ പോലും ഒരു 3-4 ആൾക്കാർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഒരു 10-60 ആൾക്കാർ ഫുള്ള് പുറത്ത് നിലത്തും റോഡിലും ഒക്കെ ഇരിക്കുമായിരുന്നു. ഞങ്ങളും അതുപോലെ തന്നെ പുറത്തൊക്കെ ഇരുന്നു കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു ബസ് കിട്ടിയത്. നമ്മുടെ നാട്ടിലെക്കാട്ടിയും ഒക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ട്രാവൽ ചെയ്യാൻ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് UAE. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഈ സ്ഥലത്ത് പോയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ട് കാറിലൊക്കെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി. എന്തായാലും റിവർലാൻഡ് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിരുന്നു.